അങ്ങനെ സൗത്ത് ഗോവയിലത്തെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കഴിക്കാത്ത എന്തോ തരം ഒരു ബണ്ണും അതിന് പറ്റിയൊരു നല്ലൊരു കറിയും. ബണ്ണ് ഇത്തിരി സ്വീറ്റ് ആയിരുന്നു. പിന്നെ ഒരു സമൂസ മേടിച്ചു. കുഴപ്പമില്ല, ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ ഈ സൗത്ത് ഗോവയിൽ. അങ്ങനെ വളരെ വിജനമായിട്ടുള്ള പ്രദേശത്തേക്ക് കൂടി പശുക്കളെയൊക്കെ കണ്ട് കാടും മേടൊക്കെ കണ്ട് ഞാൻ അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഈ ഇടത്തെ സൈഡിലൊക്കെ കാണാം ചെങ്കല്ലാണ് ഈ ഫുള്ള് കാണുന്നത്. അതിന്റെ മുകളിൽ എന്തൊക്കെയോ കത്തി കരിഞ്ഞ പോലെയൊക്കെ കാണുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഒരു ചെറിയൊരു കുറ്റിക്കാട് പോലത്തെ ഒരു സ്ഥലം, വളരെ പ്രാന്തമായിട്ടുള്ള ഒരു സ്ഥലം, അതായത് ഒരു ഗ്രാമപ്രദേശം. അങ്ങനെ കാമ്പോടി രാമ എന്ന് പറഞ്ഞ ഫോർട്ടിന്റെ അവിടേക്കുള്ള ഡീവിയേഷനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഈ വൈക്കോലൊക്കെ കൂട്ടിയിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതൊരു പാടം സെറ്റപ്പിൽ നെൽവയലാണെന്നുള്ളത്. അത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഫോർട്ടിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇത് 11 മണിയാവുകൊണ്ട് ഓപ്പൺ ആവില്ല എന്ന്. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അടുത്ത ബീച്ച് ലക്ഷ്യമാക്കി പോയി. ഇതാണ് ആ ഫോർട്ടിന്റെ അടുത്തുള്ള കാബോഡി രാമ ബീച്ച്. ചെല്ലുമ്പോൾ തന്നെ വലിയൊരു പാർക്കിംഗ് ഏരിയ പോലെ തോന്നെങ്കിലും അവിടെ നിന്ന് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒറ്റപ്പെട്ടതായിട്ടും പല സ്ഥലങ്ങളിലായിട്ട് വലിയ വലിയ പാറകൾ സിംഗിളായിട്ട് ഐലൻഡ് പോലെ നിൽക്കുന്ന പല സംഭവങ്ങളും നമുക്ക് കാണാം. കൂടുതലും ഈ ഒരു ബീച്ചിന്റെ അടുത്ത് വരുന്നത് ഇങ്ങനെയുള്ള തെങ്ങും കൂട്ടങ്ങളൊക്കെയാണ്. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോവയിലുള്ള എല്ലാ ബീച്ചുകളിലും ഗസ്റ്റുകളോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാനിവിടെ വന്നിട്ട് 1 മണിക്കൂറോളം ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിരുന്നു. ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായില്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സൗത്ത് ഗോവയിൽ ആരും അറിയാതെ കിടക്കുന്ന ബീച്ചുകളാണ്. ഞാൻ ഗൂഗിൾ മാപ്പിൽ ചുമ്മാ ഒരു ബീച്ചിൽ നിന്ന് കണ്ടപ്പോൾ ജസ്റ്റ് വന്നതാണ്. പക്ഷേ ഈ ഒരു ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശാന്തമാണ്. അതായത് ഇവിടുത്തെ ഈ വെള്ളത്തിൻ്റെ കളർ ഒരു പച്ചയും നീലൊക്കെ കളർന്ന ഒരു തരത്തിലുള്ള വെള്ളമാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ അറ്റത്ത് ഒരു ഫാമിലി നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ, ഈ വഴിയൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒക്കെ ചെങ്കല്ല, അതുകൊണ്ട് തന്നെ റോഡൊക്കെ ഒരുമാതിരി മോശമാണ്. ടാറിട്ട വഴികളുടെയാണ് കുറച്ചും കൂടി ഓടിക്കാനുള്ള ഒരു സുഖമുള്ളൂ. അങ്ങനെ ഇവിടെ ഈ കാണുന്ന ഈ ഒരു പറമ്പുകളിലൊക്കെ ഇവർ കൃഷി നടത്തുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഡ്രൈ ടൈം ആയതുകൊണ്ട് ഒന്നുമില്ല. അങ്ങനെ മർഗോ ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതും സൗത്ത് ഗോവയിലത്തെ തന്നെ ഒരുവിധം കുഴപ്പമില്ലാത്ത നല്ലൊരു ബീച്ചാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് വളരെ വിരലെണ്ണാവുന്ന ഫോറിനേഴ്സ് ഉള്ളൂ. പക്ഷെ ഇന്ത്യൻസ് ഒട്ടും തന്നെ ഇല്ല എന്ന് പറയണം. അങ്ങനത്തെ ഒരു സ്പോട്ടാണത്. അതായത് സൗത്ത് ഗോവ എന്ന് പറയുന്ന, അതായത് സൗത്ത് ഗോവയിലുള്ള എല്ലാ ബീച്ചുകളും ഇതേപോലെ വളരെ കാം ആൻഡ് ക്വയറ്റാണ്. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വന്ന് വളരെ ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ അടിപൊളി ബീച്ചുകൾ സൗത്ത് ഗോവയിലാണുള്ളത്. പക്ഷേ ബാച്ചിലേഴ്സിനായാലും ഒരുപാട് ഓളങ്ങളൊക്കെ ഉള്ള ഒരു വൈബൊക്കെ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നോർത്ത് ഗോവയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇവിടെ അങ്ങനെ വലിയ ബോട്ടിങ്ങോളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ഇവിടെ ജസ്റ്റ് സർഫിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അപൂർവങ്ങളിലേക്കിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഗോവയിലത്തെ റോഡുകളൊക്കെ 10 പൈസയ്ക്ക് കൊള്ളാത്ത തല്ലിപ്പൊളി റോഡുകളാണ്. പക്ഷേ സൗത്ത് ഗോവയിൽ വന്നാലുണ്ടല്ലോ ഒക്കെ നല്ല അടിപൊളി കിണ്ണം കാച്ചി റോഡുകളാണ്. വണ്ടിയൊക്കെ ഇങ്ങനെ പറപ്പിച്ച് പോവാം. പക്ഷേ നോർത്ത് ഗോവയിൽ നമ്മൾ ഒരു ദിവസം വണ്ടി ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുതല്ലി നമ്മൾ ചാവും. പക്ഷേ സൗത്ത് ഗോവയിൽ വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്, അടിപൊളി വഴിയാണ്, എല്ലാം കൊണ്ടും ക്രൗഡും കുറവാണ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ ഇവിടെയൊക്കെ ഹോട്ടൽസൊക്കെ വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് കയറി ചെല്ലും തോറും ഒരുപാട് ലക്ഷറി, ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഹോട്ടൽസൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. പാലസ് കണക്കുള്ള ഹോട്ടൽസാണ് ഇവിടെ ഉള്ളതൊക്കെ. നമ്മളിപ്പോൾ നോർത്ത് ഗോവയിൽ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഹോട്ടൽസാണ്. ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭീകര വലിപ്പമുള്ള വലിയ വലിയ ഹോട്ടൽസൊക്കെയാണ് ഉള്ളത്. ഇവിടെയൊക്കെ റൈറ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഗോവനകളൊക്കെ വിട്ട് ഡബിളോ അല്ലെങ്കിൽ ത്രിബിളോ റൈറ്റ് വരും. അങ്ങനെ വണ്ടിയിലത്തെ പെട്രോളൊക്കെ കഴിഞ്ഞപ്പോൾ പെട്രോൾ അടിച്ച് ഇനി അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.